ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച. ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ എല്ലാ മൂന്ന് പേർക്കും പനിയും നെരുവീഴ്ചയും ചുമയും ഒക്കെ ആയിട്ട് ആകെ വിഷമിച്ചൊരു ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ പേടിച്ചിട്ടാണ് എണീറ്റേ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പാച്ചുമിടുക്കനായിട്ട് വന്നു. നമ്മുടെ ചാക്കോച്ചൻ ഉഷാറായി. തോമൂൻ്റെ ശബ്ദം വന്നു. പക്ഷേ തോമൂനെ ഇന്ന് പ്ലേ സ്കൂളിലേക്കൊന്നും വിട്ടില്ല കേട്ടോ. ചാക്കോച്ച എന്താ പറയുക, പാച്ചൂട്ടൻ പോയി. ചാക്കോച്ചൻ വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പതിവുപടി നേരം വെളുത്തു. നല്ല ഉഷാറായിട്ട് എല്ലാ കുട്ടികളും എണീറ്റു. അവരെണീറ്റ് വരുമ്പോഴാണ് നമുക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാനാണ് കേട്ടോ കിച്ചണിലേക്ക് ഫസ്റ്റ് വന്നത്. ഇന്ന് നേരത്തെ ഞാൻ എണീറ്റത് കൊണ്ടാണ്, അല്ലാണ്ട് ഡിവൈൻ ഇറങ്ങാൻ വൈകിയതല്ല. അപ്പോൾ ഞാൻ നേരത്തോടെ എണീറ്റു. ഇന്ന് നേരത്തെ എണീറ്റു, ഞാൻ അറിയാണ്ട് ഇങ്ങനെ എണീറ്റ് പോയി. അപ്പോൾ സ്വതവേ ഞാൻ കുറച്ച് നേരത്തെ എണീക്കും. കുറച്ച് പ്രയറും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് ഞാൻ എണീക്കണ സമയം പറയണത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീറ്റു. അപ്പോൾ ഇന്നലെ ഞാൻ വൈകിട്ട് ഞാൻ തോമൂനെയും കൊണ്ട് മുകളിലേക്ക് പോയപ്പോൾ നമ്മുടെ ചട്ടികളിലത്തെ മണി പ്ലാന്റൊക്കെ ഒന്നിങ്ങനെ ഒരു ചെറിയൊരു വാടൽ സംഭവം. ഡിവൈൻ വെള്ളം എന്നും ഒഴിക്കും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചട്ടി ഉണ്ടല്ലോ, അത് വളരെ ചെറുതാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നേരെ കീഴ്പ്പട്ടേക്ക് വരിക. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു, അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഡാഡിയുടെ കയ്യിൽ ഞാൻ നമ്മുടെ ഡിസ്പോസിബിൾ പാത്രങ്ങളുണ്ടല്ലോ, നെക്സ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നത്, അതൊക്കെ കൊടുത്തയച്ച് ചട്ടികളൊക്കെ അതിലേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ ഇനി ഡിവൈന് വെള്ളം ഒഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും, പെട്ടെന്ന് താഴേക്ക് ഇറങ്ങില്ലല്ലോ. പിന്നെ ഇനി കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഇടണം. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ തന്നെ പാല് കാച്ചണു. അതിലേക്ക് ഇപ്പോൾ 2 പാക്കറ്റ് സൺറൈസ് മതി കേട്ടോ ഞങ്ങൾക്ക് 5 പേർക്കുള്ള കോഫിക്ക്. അപ്പോൾ നല്ല കടുപ്പുണ്ട്, അത്യാവശ്യം നല്ല കടുപ്പുണ്ട്. ഒരു പാക്കറ്റ് പാലിന് ഇത്രയും മതി. 1.5 പാക്കറ്റ് എടുക്കും, എന്നാലേ നമുക്ക് 5 പേർക്ക് ശരിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത്രയും കടുപ്പുണ്ടാവും കണ്ടോ, അത്യാവശ്യം കടുപ്പം. പക്ഷേ കൂടി കഴിഞ്ഞ് ഒരു കനപ്പ് വരും. അതുകൊണ്ട് 2 പാക്കറ്റ് മതി ഈ 5 ഗ്ലാസ്സിലേക്ക് കേട്ടോ. അങ്ങനെ ഞാൻ റസ്ക്കും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടു. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ പണിയാണ് ചെപ്പുകളൊക്കെ ഒന്ന് തുറന്ന് ഒക്കെ റീഫിൽ ചെയ്യുക എന്നുള്ളത് എൻ്റെ പണിയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചാക്കോച്ചി എണീറ്റ് വന്നു. ചാക്കോച്ചി എണീറ്റ് വന്നപ്പോൾ ഞാനും ആദ്യം ഞെട്ടി. ഇപ്പോൾ നിങ്ങളും കണ്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിയിട്ടുണ്ടാവും, നെറ്റി പൊട്ടിയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഞാൻ അയ്യോ ഇത് നെറ്റിയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു വരുമ്പോഴാണ് കണ്ടത് പൊട്ടിട്ടതാ. നമ്മുടെ കണ്ണ് പറ്റാണ്ടിരിക്കാൻ വേണ്ടി എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, സൈഡിലൊരു പൊട്ടിട്ടോളോ, കാലിൻ്റെ ഇടയിൽ പൊട്ടിട്ടോളോ എന്ന്. കയ്യുമ്പോൾ സംഭവം കരിമണിയുടെ ഒരെണ്ണം ഇട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇടാൻ പറഞ്ഞപ്പോൾ അത് ഇട്ടതാണ്. അപ്പോൾ പാച്ചു അത് എണീറ്റ് വന്നപ്പോൾ കുട്ടിയുടെ നെറ്റിയുമ്പോൾ കണ്ടപ്പോൾ അവനും പേടിച്ച് പോയി, വാവുവാണോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ചാക്കോച്ചൻ നിങ്ങൾ കണ്ടില്ലേ, പതിവിലേക്കാൾ ഉഷാറായിട്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടായിരുന്നു. ഇന്നലെ ഗ്രൂപ്പിലെല്ലാവരും കുട്ടിയുടെ വിശേഷങ്ങൾ ചോദിക്കുകയും എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര ആശ്വാസമാണ്. അങ്ങനെ നമ്മുടെ ഇൻഡസ് വാലിയുടെ മറ്റേ ദോശ തവയാണ് കേട്ടോ. അപ്പോൾ ഡോണിന് എപ്പോഴും നെയ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, പേപ്പർ റോസ്റ്റ്. അപ്പോൾ എപ്പോഴും പറയും ഇങ്ങനെ തിന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് പേപ്പർ പോലെ തന്നെ വളരെ നൈസായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതിന് ചട്നി ഡാഡിയുടെ വകയും മസാലക്കറി ഡിമ്പിളുടെ വകയായിരുന്നു കേട്ടോ. അങ്ങനെ പാച്ചുട്ടൻ പോവാനായിട്ട് റെഡി ആയിട്ട് വന്നു. അപ്പോൾ ഇത് ഞങ്ങൾ 2 ദിവസം മുമ്പ് എടുത്ത ഡ്രസ്സുകളാണ്. പക്ഷേ ഇത് ഇത്തിരി വലിപ്പം കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് മാറിട്ടോ എന്ന് പറഞ്ഞിട്ട് വേറെ എണ്ണ ഇടിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ തോമുട്ടൻ എണീറ്റ് വന്നു. തോമുട്ടൻ എണീറ്റ് വന്നപ്പോൾ അവന് ശബ്ദമില്ല, എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മയുടെ ഒക്കത്തിരിക്കുക. അപ്പോൾ ചാക്കോച്ചൻ നോക്കുക ഇതെന്താണ് അമ്മയുടെ ഒക്കത്തെന്ന്. അങ്ങനെ ഡാഡിയും ഡിംപിളും ഒരുങ്ങി പാച്ചുവിൻ്റെ ബനിയം മാറി കണ്ടു. അങ്ങനെ അവർ ഹീലിയേഴ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാച്ചുവും അമ്മയും ഡാഡിയും കൂടിയിട്ട് അവരിറങ്ങി. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 11:45 തൊട്ടാണ് ഇന്നായിരുന്നത്. 11:15. അപ്പോൾ 11:15 പോയി കഴിഞ്ഞാൽ 12:45 1 മണിയോട് കൂടിയിട്ടാണ് വരിക. അപ്പോൾ പല ദിവസവും പല ടൈമാണ് കേട്ടോ, പല സെഷനാണ്. ഒരു സെഷൻ 3/4 മണിക്കൂറാണ് തോന്നുന്നുണ്ട്. എനിക്കങ്ങനെ വ്യക്തമായിട്ട് പറയാനൊന്നും അറിയില്ല കേട്ടോ. കാരണം ഇവർ പോവും തിരിച്ച് വരും, 3 സെക്ഷനായിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ പുറപ്പെടുന്നു. പാച്ചൂരിപ്പോൾ വലിയ ഇഷ്ടമാണ് കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ പോയതിൻ്റെ പിന്നാലെ കുറച്ച് നേരം ഡാഡി 12:30 2 മണിക്കുള്ളിൽ പാക്ക് ചെയ്ത് വിടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ 12:30 1 മണിയോടുകൂടി വരണോട് കൂടിയിട്ട് കംപ്ലീറ്റ് എഴുതി കവറുകളാക്കി വെക്കും.
അപ്പോൾ അതിൻ്റെ പണിയിൽ ഞാൻ ഏർപ്പെട്ടതിന് ശേഷം പതുക്കെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു, കുട്ടികളെ രണ്ടാളെയും കൊണ്ട് മുകളിലേക്ക് പൊക്കോ, വെറുതെ ഇവിടെ താഴ്ത്ത് നിന്ന് കഴിഞ്ഞാൽ തോമ്പ് മുറ്റത്തേക്കൊക്കെ ഇറങ്ങി വീണ്ടും നല്ല വെയിലും ചൂടുമല്ലേ, ചാക്കോച്ചനാച്ചി ചൂടൊട്ടും പറ്റില്ല. അപ്പം ഞാൻ രണ്ടാളെയും കൂടി ഡിവൈനെയും കൂടി മുകളിലേക്ക് വിട്ടു കേട്ടോ. അങ്ങനെ പതേ 12:45 1 മണിയോട് കൂടിയിട്ട് അപ്പാപ്പനും മോനും വന്നു. ഡിമ്പിളിന് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവളവിടെ ഇറക്കിയിട്ടാണ് ഇവർ വന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾക്കുള്ള ചോറ് വെച്ചു. അപ്പോൾ കടല ഇന്നലെ ഓൾറെഡി രാത്രി ഡിമ്പിൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുവന്നുള്ളി വെളുത്തുള്ളി വരെ നന്നാക്കി വെച്ചിട്ടാട്ടോ കുട്ടി പോയിട്ടുണ്ടായിരുന്നു. ചീര ഒക്കെ നന്നാക്കി ഒക്കെ റെഡിയാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ വരുന്നായിരുന്നു. അപ്പോൾ മറ്റേ ഡെൻ്റൽ ക്ലിനിക്കിൽ പോയപ്പോൾ ഇത്തിരി ലേറ്റായി തോന്നുന്നുണ്ട്. അപ്പോൾ മറ്റേ നാളികേരം ഡാഡി ഇന്ന് രാവിലെ ചിരകി വെച്ചിരുന്നപ്പോൾ കടലയിലേക്ക് ചിരകിയപ്പോൾ ഞാൻ എന്ത് കാണിച്ചു, നല്ല ഫ്രഷ് നാളികേരം കണ്ടപ്പോൾ ഞാൻ കുറച്ച് അവിലെടുത്ത് നനച്ചു. ഇവിടെ അവിൽ നനച്ചത് വലിയ ഇഷ്ടം. അപ്പോൾ ഇടയിൽ ഡിവൈൻ വന്നപ്പോൾ ഞാൻ കുറച്ച് അവിൽ നനച്ചത് കൊണ്ട് മുകളിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ കടല നാളികേരം ഇട്ടിട്ട് നല്ലോണം ഉപ്പേരിയാക്കി എടുത്തു. നമ്മുടെ മോരുകറി ഇന്നലെ പൊന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചീരി മുട്ടയും കൂടിയിട്ടൊരു തോരൻ, അതായത് ഇന്നലെ രാത്രി ചീരുപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു തുണ്ട് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 മുട്ട കുറച്ച് സവോളയും പച്ചമുളകും ഇട്ട് വാട്ടി അതിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് കുത്തിപ്പൊരിച്ച് അങ്ങനെ തന്നെ ഈ ചീരയും കൂടി ഇട്ടപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയായി മുട്ട ഉപ്പേരി. അങ്ങനെ മോരുകറിയും ഇതും കൂടി കൂട്ടി പപ്പടവും വറുത്ത് ഞങ്ങൾ ഊണ് കഴിച്ചു കേട്ടോ. അപ്പോൾ പാത്രങ്ങൾ കണ്ടു, പട്ടികളുടെ ഇറച്ചി ഇന്നത്തോട് കൂടിയിട്ട് കഴിഞ്ഞ ആഴ്ച കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മുകളിൽ നിന്ന് ഇറക്കി വെച്ച പാത്രങ്ങൾ. അപ്പോൾ ഇന്ന് ഉച്ച തിരിഞ്ഞ് ഞാൻ ഇത് മൊത്തം ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഇരുന്നത്. പക്ഷേ പ്ലാനുകളൊന്നും നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോണിന് ഉറപ്പുണ്ടായിരുന്നില്ല. ഡോൺ പറഞ്ഞു ചിലപ്പോഴേ വരുള്ളൂ എന്ന്. പക്ഷെ നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പണിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് വല്ലവരും വരുമ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഇവർ 2 കൂട്ടരും വന്ന് പോയതിന് ശേഷം ഞാൻ എല്ലാ ഉച്ചയിലത്തേക്ക് നിങ്ങൾക്കറിയാമല്ലോ അവരൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. എന്നാലും എൻ്റെ വക ഞാൻ എല്ലാതും ക്ലീൻ ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ ഇന്ന് കിടന്നാൽ ശരിക്കും ഉറങ്ങിപ്പോവും. അപ്പോൾ പിന്നെ അത് വേണ്ട. അപ്പോൾ പാച്ചുവിന് പാലെടുത്തപ്പോൾ ഒരു തുണ്ട് ബാക്കി വന്നു. അപ്പോൾ ഞാൻ അതിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് പഞ്ചസാരയിട്ട് നമ്മുടെ ഒരു പാക്കറ്റ് ചായയുടെ ടീ ബാഗ് ഇട്ടിട്ട് അവിടെ വെച്ച് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ചു സെറ്റിയുമ്പോൾ പോയി കിടന്നാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. ആ ഉറക്കം ചിലപ്പോൾ ഞാൻ പറയാറില്ല 7 മണിക്കൊക്കെ എണീക്കുക. അപ്പോൾ അത് ഇനി ശരിയാവില്ല. കാരണം ഉറക്കം എന്ന് പറയുക ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ എന്നോട് പറയാം മടിയുടെ ലക്ഷണമാണ് ഉറക്കം എന്ന് ഞാൻ എന്നെ പറയാം കേട്ടോ. എല്ലാവർക്കും അങ്ങനെയല്ല കേട്ടോ, ഞാനങ്ങനെ പറയണമെന്നുള്ളൂ. അങ്ങനെ 3:45. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കിടന്നാൽ ശരിയാവില്ല, എന്നാൽ പിന്നെ കൊണ്ടുവന്ന് കുറച്ച് നേരം ഒന്ന് ഒതുക്കിയിട്ടൊക്കെ ആവാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജ് ഒതുക്കാൻ വേണ്ടി നിന്നു ഞാൻ. അപ്പോൾ ഫ്രിഡ്ജ് ഒതുക്കാൻ നിന്ന് തന്നെ പച്ചമുളക് കൊടുത്തിട്ട് ഞാനത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, കഴുകിയിട്ട് വെറുതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. സവോള കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവോള കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, ആ ഇതിൽ ട്രെയിൽ നിറച്ച് സവോളയുടെ തൊലി ഉണ്ടാവും. അപ്പം ഞാനത് കൊട്ടിയിടാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട ഫാൻ ഇടുമ്പോൾ അത് പറന്നു പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു തൽക്കാലം ഇവിടെ തന്നെ കൊട്ടിയിട്ടിട്ട് അടിച്ചു വാരി കൈയോടെ പുറത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജ് ഒതുക്കാൻ നിന്നു. ഫ്രിഡ്ജ് ഒതുക്കാൻ തുറന്നപ്പോഴാണ് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒഴിഞ്ഞിട്ട് എൻ്റെ ഫ്രിഡ്ജ് കാണില്ല. കാരണം നോയമ്പിൽ കംപ്ലീറ്റ് നോയമ്പില്ലാത്ത സമയത്ത് കംപ്ലീറ്റ് ഇറച്ചി മീനും പട്ടിയുടെ ഇറച്ചിയൊക്കെ ആയിട്ട് ഫുൾ നിറഞ്ഞിട്ടാവും ഇരിക്കുക. ഇതിപ്പോൾ സവോള ഉണക്കിയതാട്ടോ. എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു കൊല്ലമായിട്ടുണ്ട് ആ സവോള ഉണക്കി വെച്ചിട്ട്. ഇത് നമ്മുടെ ഐസ്ക്രീം ഇങ്ങനെ വാങ്ങി വയ്ക്കണ്ട, എപ്പോഴും കൊടുക്കുകയൊന്നുമില്ല. കുട്ടികൾ വല്ലാണ്ട് വാശി പിടിച്ചാൽ ഇടയ്ക്ക് ഒരെണ്ണം കൊടുക്കും, അത് വല്ലപ്പോഴും. പക്ഷേ സ്റ്റോക്ക് ഉണ്ടാവും എപ്പോഴും കേട്ടോ. അങ്ങനെ പട്ടിയുടെ ഇറച്ചിയുടെ കള്ളി കണ്ടു കംപ്ലീറ്റ് കാലിയായി. ഉണക്കമീൻ അവിടെ ഇരിക്കുന്നു, ഉണക്ക ചെമ്മീൻ ഇരിക്കുന്നുണ്ട്, ഉണക്ക മാന്തൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടികൾക്ക് മറ്റേ പ്ലേ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള നെഗറ്റ്സും സോസേജും. ഇപ്പുറത്ത് ഇങ്ങനെ പച്ചക്കറികളുടെ, അതായത് ഇലവർഗ്ഗങ്ങൾ, മറ്റേ അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ എന്താ പറയുക, അത്യാവശ്യം ചെറിയ ഈറ്റബിൾസും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ളൂ. അപ്പം ഞാൻ നെഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും കാലത്ത് ഇപ്പുറത്തേക്ക് എടുത്ത് വയ്ക്കും. അപ്പോഴാണ് കുട്ടികൾക്ക് ഉച്ച തിരിഞ്ഞ് വരുമ്പോഴായാലും അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കുള്ളതായാലും ഒക്കെ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്ത് വയ്ക്കും. ഫ്രീസറിലേക്ക് അല്ലാണ്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും. അപ്പം ഞാൻ മൊത്തം ഒന്ന് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അപ്പോൾ അതിൻ്റെ മാറ്റൊന്നും എടുത്ത് ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തട്ടി, എങ്ങനെ വന്നാലും പൊടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ചായ
റെഡിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കിച്ചണിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ 4:10 എൻ്റെ കിച്ചനും വർക്ക് ഏരിയയും ഫുൾ ക്ലീൻ ചെയ്തു. ഞാൻ 2 ബിസ്ക്കറ്റും കൊണ്ട് കിച്ചണിൽ തന്നെ ഇരുന്നു കേട്ടോ. കിച്ചണിലിരുന്ന് ശരിക്കും ഈ സമയം എത്രയും നോക്കി 5:30 അത്രയും സമയമാണ് ഞാൻ ഇരുന്നത്. ആ സമയം ഇരിക്കേണ്ടത് വേറെ ഒന്നുമല്ല, എനിക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഗ്രൂപ്പിൽ കുട്ടികളായിട്ട് എപ്പോഴെങ്കിലും കുറച്ച് നേരം സംസാരിക്കണ്ടേ. പക്ഷേ ഞാൻ സെറ്റീമ കിടന്നാൽ ഉറങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് അത് കഴിഞ്ഞ് എല്ലാവരും വന്നു, ചായ കൂടി തുടങ്ങി. അപ്പോൾ ചായ അല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കോഫി കഴിച്ചു തുടങ്ങി. നല്ല റസ്ക്കാട്ടോ, നമ്മുടെ കൈരളിയുടെ റസ്ക്കാണ്, നമ്മുടെ റിലയൻസിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഡിമ്പിളിന് ഭയങ്കര ഇഷ്ടമാണ്. ഡിമ്പിളിനല്ല, ഡോണിനും അത് ഡാഡിക്കും അത്. ബട്ടർ റസ്ക്കാണ് സാധാരണ വാങ്ങിക്കാറ്, ടിന്നിൽ കണ്ടിട്ടില്ലേ. പക്ഷേ ഡിമ്പിളിൻ്റെ ഇഷ്ടം ഇതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് പിള്ളേർസ് 2 പേർക്കും ഫോണും കൊണ്ട് ഓടിപ്പോയി. നോക്കിയപ്പോൾ ഫോൺ വാങ്ങിക്കാൻ നോക്കിയപ്പോൾ അവർ തന്നെ അവർക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചിട്ടുള്ള ഡാൻസാണ്. ഞങ്ങൾക്ക് ശരിക്കും അത്ഭുതമായിട്ടാവും. കാരണം അവർ തന്നെ പാട്ട് സെലക്ട് ചെയ്തൊക്കെ നിന്ന് ഡാൻസ് ചെയ്യുന്നു കണ്ടപ്പോൾ കുട്ടികളുടെ കാലങ്ങളുടെ ജനറേഷൻ്റെ വ്യത്യാസമാണ് കാണുന്നത്. പണ്ടൊക്കെ പിന്നെ എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു 28-30 വയസ്സൊക്കെ ആയപ്പോഴാണ് ഈ ഫോൺ തരാം. ആ സമയത്താണല്ലോ ഈ മൊബൈൽ വന്നത്. മൊബൈൽ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷമായിട്ടുള്ളൂ ഞാൻ ശരിക്കും മൊബൈൽ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അതുവരെ എനിക്കങ്ങനെ അതിൻ്റെ ഉപയോഗം ഉണ്ടാവാറില്ല. പക്ഷേ ഇവരതല്ല, ഇവർക്ക് ആവശ്യമുള്ള പാട്ട് സെലക്ട് ചെയ്യുക, അത് വയ്ക്കുക, ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ചില സമയത്തൊക്കെ ഞാനത് പ്രോത്സാഹിപ്പിക്കും, ചില സമയത്ത് നമ്മളത് മാറ്റി വയ്ക്കും. കാരണം ഇതൊക്കെ ചില കാര്യങ്ങൾ ഫോൺ കൊണ്ട് പല കാര്യങ്ങളുണ്ട്, ഗുണമുള്ളതുണ്ട് ദോഷമുള്ളതുമുണ്ട്. അപ്പം നല്ല വശങ്ങൾ അവർ ചെയ്യുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അല്ലാത്തത് നമ്മൾ മാറ്റി വയ്ക്കുക, അങ്ങനെയാണ്. അപ്പം ഞാൻ അവരുടെ 2 പേരുടെയും കുറച്ച് നേരം തുള്ളലും കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പാപ്പൻ അവരെ മുറ്റത്തേക്ക് ഇറക്കി. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്തേക്ക് മെയിനായിട്ട് വിട്ടത് എന്താണെന്ന് വെച്ചാൽ ചാക്കോച്ചൻ അകത്തുണ്ട്. അപ്പോൾ വല്ലാണ്ട് ഇവർ 3 പേരും ചുറ്റി നിൽക്കുമ്പോൾ തോമുൻ്റെ നീരൊഴിച്ച ശരിക്കും മാറിയിട്ടില്ല. പാച്ചുവിനായാലും റണ്ണിങ് നോസ് ഉണ്ട്, നീരൊഴിച്ചുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് പതുക്കെ ഇവരതേ അപ്പാപ്പൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കുട്ടികളാകുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഓടിച്ചാടി കളിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് 2 ആളെയും കൂടി പുറത്ത് വിട്ടു. അപ്പോൾ അപ്പാപ്പനും മക്കളും കൂടി മുറ്റത്തുള്ള കളിയാണ് കേട്ടോ. അപ്പോൾ കുറേ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറേ നേരം നിന്ന് കളിച്ചോളും 2 പേരും. അപ്പോൾ വലിയ ശല്യവും കാര്യങ്ങളൊന്നുമില്ല. അതേസമയം നമ്മളീ പറഞ്ഞ പോലെ ഒരു ഉച്ചയ്ക്ക് കിടന്നാൽ ചിലപ്പോൾ ഞാൻ 7 മണിക്കാവും എണീക്കുക. അതോടുകൂടി എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാണെന്ന് കണ്ടാൽ ഒക്കെ അവരാർ മിണ്ടാണ്ട് പോകും, മമ്മി എണീറ്റിട്ടാവാം എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ അത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ കിടക്കാണ്ട് നിന്നതാട്ടോ. അപ്പം ഞാൻ പട്ടികളുടെ കാര്യങ്ങൾ മറ്റേ തുണികൾ കുറേ മടക്കാണ്ടായിരുന്നു, അത് എടുത്തു കൊണ്ടുവന്ന് മടക്കി. നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞു കാര്യങ്ങളുണ്ടാവുമല്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ ഡിവൈൻ വടി പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാച്ചുവിനെ അടിക്കാനോ വഴക്ക് പറയാനോ ഒന്നും അല്ലാട്ട് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. വെറുതെ അവിടെ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു, എടുത്ത് കൈ പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഡിവൈൻ ഓരോ കാര്യങ്ങൾ പറയും, അത് ഇവിടെ പാച്ചു ഏറ്റു പറയും. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ മുഴുവൻ തിരിഞ്ഞില്ലെങ്കിൽ പോലും കുറേയൊക്കെ പറയും. പിന്നെ കളറുകൾ പറഞ്ഞു തുടങ്ങി, പിന്നെ വണ്ടികൾ, കാറ്, ലോറി, അങ്ങനെ 1-2 വണ്ടികൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, നല്ലോണം അവൻ സംസാരിച്ച് തുടങ്ങി. അപ്പോൾ ഡിവൈനാണ് ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. തെറാപ്പി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഡിവൈൻ്റെ വക ഒരു ട്രെയിനിങ്ങാണ്. അപ്പോൾ അതിൽ തന്നെ പാച്ചുവിന് നല്ല മാറ്റമുണ്ട്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിംപിൾ അങ്ങനെ കുറേ ഇങ്ങനെ സംസാരിക്കുക എന്ന കൂട്ടത്തിലല്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവന് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റില്ല. അപ്പോൾ ഡിവൈനാകുമ്പോൾ ഫുൾ ടൈം അവനോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിൽക്കും. അങ്ങനെ ആ കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച ഗസ്റ്റ് വന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി വാങ്ങി വെച്ച, ഞങ്ങൾക്ക് പപ്സും അവർക്ക് വേണ്ടി എഗ് റോളുമാണ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഇത് കഴിക്കാൻ. കഴിച്ച് കഴിഞ്ഞപ്പോൾ ആർക്കും ഡിന്നർ വേണ്ട. അപ്പോൾ ഒരു പാക്കറ്റ് പാല് കാച്ചി ഒരു പൊടിയിട്ട് ഞങ്ങളത് കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്നു. കാരണം വേറെ പണികളൊന്നുമില്ലല്ലോ, പാത്രം കഴുകലൊന്നുമില്ലല്ലോ. അവിടെ ഇരുന്ന് ശരിക്ക് 12:45 വരെ ഇരുന്ന് വർത്താനം പറഞ്ഞു. ആ പഴയ വിശേഷങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കുട്ടികളൊക്കെ കിടന്ന് ഉറങ്ങി. 3 ആളും ഉറങ്ങി. ഞങ്ങൾ അപ്പനും അമ്മയും 3 മക്കളും കൂടിയിട്ടുള്ള വർത്താനായിരുന്നു. കുറേ പഴയ കാര്യങ്ങൾക്ക് പോയി, കുറേ വീട്ടുകളിലത്തെ വിശേഷങ്ങൾ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് എല്ലാവരും 12:45 എല്ലാവരും ഓടിച്ചു ഞാൻ കഴിഞ്ഞിട്ട്. പിന്നെ എൻ്റെ വക ഒരു ഒതുക്കലും പട്ടികൾക്കുള്ള കൊടുക്കലും ഒക്കെ കഴിഞ്ഞ്
ഞാൻ എൻ്റെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു ഗ്രൂപ്പിലൊന്ന് കയറി നോക്കാം. കാരണം ആ കുട്ടികളും കാത്തിരിക്കുന്നുണ്ടാവും, എൻ്റെ ഒരു ഗുഡ് നൈറ്റ് കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരോടൊരു ഗുഡ് നൈറ്റൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഗസ്റ്റിനെ കാത്തിരിക്കണം കേട്ടോ, അതുകൊണ്ട് ഞാൻ ലേറ്റ് ഔട്ടാന്നൊന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും സമയമുണ്ട്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് കാപ്പിയും കൂടി വെച്ച് അതും കൊണ്ടുപോയി അത് കുടിച്ചതിന് ശേഷമാണ് ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾ ഈ കേൾക്കുന്ന ഈ ശബ്ദം. അപ്പോൾ ദേ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ അങ്ങോട്ട് അവസാനിക്കണം. ഓരോ ദിവസവും ഞാൻ വിചാരിക്കും പുതിയത് കൊണ്ടുവരണം എന്ന്. ഇന്ന് സാരിയുടെ വീഡിയോസ് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നാളെ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ട് പുതിയ കളക്ഷൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം. അപ്പോൾ നല്ലൊരു വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്ക് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ കേട്ടോ. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.